ഞാനിപ്പം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കറിയാമല്ലോ, യേശു പത്രോസിനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞല്ലോ, ബെറിയോന ശിമോനെ നീ ഭാഗ്യവാൻ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് സ്വർഗത്തിൽ നിന്നുള്ള ഈ വെളിപാട്. എത്രയോ നല്ലൊരു കാര്യമാണ് ദൈവം നമ്മളെ പറ്റി ഇങ്ങനെ പറയുന്നത്. അതന്വേഷിക്കുക. സഭയിലെ മൂപ്പൻ്റെ അഭിപ്രായത്തെക്കാളും അല്ലെങ്കിൽ മനുഷ്യൻ്റെ അഭിപ്രായത്തെക്കാളും ദൈവം തരുന്ന ഒരു സർട്ടിഫിക്കറ്റ്. മറ്റൊരു മനുഷ്യനെ പറ്റി യേശു ഇതുപോലെ പറയുന്നുണ്ട്. അവനൊരു യഹൂദനല്ല, ഒരു റോമാ പട്ടാളക്കാരനാണ്. ഓർക്കുക, ഈ റോമൻ പട്ടാളക്കാരൻ അനേക യുദ്ധങ്ങൾ ചെയ്യുകയും ആളുകളെ കൊല്ലുകയും ചെയ്തിട്ടുള്ള ആളാണ്. വേദപുസ്തകത്തെക്കുറിച്ച് അവനൊന്നും അറിയില്ല. പഴയ നിയമത്തെക്കുറിച്ച് അവനൊരു അറിവുമില്ല. മോശ ആരാണെന്ന് അവൻ അറിയില്ല. എന്നാൽ അവൻ ദൈവത്തെ ബഹുമാനിക്കുന്നവനാണ്. അവന് പരിചയമില്ലാത്ത ഈ യഹൂദ ദൈവത്തെ അവന് ബഹുമാനമാണ്. അവനിപ്പോൾ യേശുവിനെക്കുറിച്ച് കേട്ടപ്പം അവനെ വളരെ ബഹുമാനിച്ചു. ഒരു ദിവസം ഈ ശതാധിപൻ യേശുവിനെക്കുറിച്ച് കേട്ടു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5-ാം വാക്യം. ഈ ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 പട്ടാളക്കാരുടെ അധിപൻ. അതാണ്. അവൻ അധികാരമുള്ള ഒരാളാണ്. 100 പട്ടാളക്കാരുടെ മേലെ അധികാരമുള്ള ഒരു ക്യാപ്റ്റൻ. അവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, കർത്താവേ. അവനെ വിളിക്കുന്നത് കർത്താവേ എന്നാണ്. ഒരു റോമൻ പട്ടാളത്തിൻ്റെ ക്യാപ്റ്റൻ ഒരിക്കലും കർത്താവേ എന്ന് വിളിക്കുകയില്ല. കാരണം അവൻ യേശുവിനെ അത്രമാത്രം ബഹുമാനിച്ചു. എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നുവെന്ന് പറഞ്ഞു. ഞാൻ വന്നവനെ സൗഖ്യമാക്കാമെന്ന് യേശു പറഞ്ഞു. എന്തുകൊണ്ടാണ് അവൻ യേശുവിൻ്റെ അടുക്ക വന്നത്? കാരണം യേശുവിന് രോഗം സൗഖ്യമാക്കാൻ കഴിയുമെന്ന് അവൻ വിശ്വസിച്ചു. അവൻ ആ വിശ്വാസം ഉണ്ടായിരുന്നു, യേശുവിനെ അവൻ്റെ ദാസനെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന്. ഇതവൻ്റെ ദാസനാണ്. എനിക്ക് അറിയാം, മിക്ക പട്ടാളക്കാരും അവരുടെ ദാസന്മാരെ കുറിച്ച് അത്ര വിചാരമുള്ളവരല്ല. ഒരുപക്ഷെ മറ്റ് പട്ടാളക്കാരെക്കുറിച്ചൊക്കെ ചിന്തയുണ്ടാകും. എന്നാൽ ഒരു ദാസൻ അവർക്കൊരു അടിമ പോലാണ്. അവരുടെ അടിമകളെ കരുതുന്നവർ വളരെ കുറവാണ്. ഇവിടെ ഒരു ദാസൻ രോഗിയായിരിക്കുന്നു. അവൻ്റെ സൗഖ്യത്തിനായിട്ട് ഈ ശതാധിപൻ വളരെ ദൂരം സഞ്ചരിച്ച് യേശുവിൻ്റെ അടുക്കലെത്തുന്നു. ഇവൻ വാസ്തവത്തിൽ താഴ്മ ഉള്ള ഒരാളായിരുന്നിരിക്കണം. യേശുവിടെ അന്ന് തിരഞ്ഞ് ആ സ്ഥലത്തേക്ക് പോയി അവനെ അന്വേഷിച്ച് കണ്ടെത്തി അവൻ്റെ ദാസനെ സൗഖ്യമാക്കണമെന്ന് യേശുവിനോട് പറയാൻ വേണ്ടി മാത്രം. ഇവിടെ പറയുന്നത് അവനോട് അപേക്ഷിച്ചു എന്നാണ്. ഈ വാക്ക് വിട്ടുകളയല്ലേ. അവനവിടെ അപേക്ഷിക്കാൻ, അവൻ വെറുതെ യേശുവിനോട് ചോദിക്കല്ലായിരുന്നു. അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവനോട് യാചിച്ചു കാണും. അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ ഒരു ഭാഷയാണ്. അതിനർത്ഥം അവൻ യേശുവിനോട് യാചിച്ചു, ദയവായിട്ട് അവനെ സൗഖ്യമാക്കണേ. പക്ഷവാതം പിടിക്കപ്പെട്ട് കഠിനവേദനയാൽ വീട്ടിലായിരിക്കുന്ന അവൻ്റെ ദാസനെ സൗഖ്യമാക്കാൻ. 7-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കാം. ആ ശതാധിപൻ എന്താ പറയുന്നതെന്ന് ശ്രദ്ധിക്കൂ. കർത്താവേ. പിന്നെ അവൻ കർത്താവേ എന്ന് വിളിക്കുന്നു. നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. നിങ്ങൾക്കെങ്ങനെ തോന്നും യേശു പറയുകയാണ് ഞാൻ നിൻ്റെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞാൽ? കർത്താവേ, നിശ്ചയമായിട്ടും വന്നാലും. ഈ ശതാധിപൻ അങ്ങനെയല്ലായിരുന്നു. അവൻ പറഞ്ഞു, നിന്നെപ്പോലെ വിശുദ്ധനായ ഒരാൾക്ക് വരാൻ പറ്റിയ ഭവനമല്ല എൻ്റേത്. നീ ചിന്തിക്കുന്നു നിൻ്റെ ഭവനം അവന് യോഗ്യമാണെന്ന്? അതോ ഈ ശതാധിപൻ്റെ മനോഭാവമാണോ നിനക്കുള്ളത്? അവൻ്റെ താഴ്മ കാരണം കർത്താവിൽ നിന്ന് അവന് വലിയ കാര്യങ്ങൾ നേടാനായിട്ട് കഴിഞ്ഞു. ചില സമയത്ത് നമ്മൾ കർത്താവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചത് കാരണം നമ്മൾ ചിന്തിക്കുന്ന സ്വർഗം മുഴുവനും എൻ്റേതാണെന്ന്. കരസ്മാറ്റിക്കുകാർ അങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. എല്ലാം എൻ്റേതാണ്, ഞാൻ കർത്താവിനോടുകൂടി അവൻ്റെ സിംഹാസനത്തിലിരിക്കുന്നു. നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും നമ്മളെന്തോ വളരെ വിലപ്പെട്ട ആളാണെന്ന്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടുന്നു. ഈ ശതാധിപൻ പറഞ്ഞു, നീ എൻ്റെ വീട്ടിൽ വരാനായിട്ട് ഞാൻ യോഗ്യതയുള്ളവനല്ല, എൻ്റെ വീടും അതിന് യോഗ്യമല്ല. എനിക്കറിയില്ല നിങ്ങളെക്കുറിച്ച് നിങ്ങൾ അങ്ങനെയാണോ ചിന്തിക്കുന്നത്. ഞാൻ യോഗ്യനല്ലെന്ന് ഒരിക്കലും യേശു പറഞ്ഞു. നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും ചെയ്ത ശേഷം ചെയ്യാൻ പറഞ്ഞതെല്ലാം. ഞാൻ ആ വാക്യം നിങ്ങളെ കാണിക്കാം. അതിനുശേഷം മത്തായി 8 വരാം. ലൂക്കോസ് 17 10-ാം വാക്യത്തിൽ
യേശു പറഞ്ഞു, ലൂക്കോസ് 17:10, നിങ്ങളുടെ ജീവിതകാലം മുഴുവനും ഇത് ഓർത്തിരിക്കുക. ചില പ്രധാനപ്പെട്ട വാക്യങ്ങൾ ക്രിസ്ത്യാനികൾ അവരുടെ ജീവിതകാലം മുഴുവനും ഓർത്തിരിക്കണം. അതിലൊന്നാണ് ലൂക്കോസ് 17:10. നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തതിന് ശേഷം നിങ്ങളോട് ദൈവം പറഞ്ഞ എല്ലാ കൊച്ചു കാര്യങ്ങളും ചെയ്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നിങ്ങളോട് ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും, ഒരു ബഹുമതി. അപ്രയോജനദാസൻ, അതാണ് ആ ബഹുമതി. അതെപ്പോഴാണ് കിട്ടുന്നത്? ദൈവം നിങ്ങളോട് കൽപ്പിച്ച സകല കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ. അപ്പം നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടും, നീ ഒരു അപ്രയോജനദാസനാണ്. ഞാൻ ചെയ്തത് ചെയ്യേണ്ട കാര്യം മാത്രമാണ്, കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ഇതെപ്പോഴും നിങ്ങളുടെ മനസ്സ് സൂക്ഷിക്കാനായിട്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. കാരണം നമ്മൾ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ തല വലുതാകും. ഞാൻ കർത്താവിന് വേണ്ടി എന്തോ ചെയ്തു, ഞാനിവനെ കർത്താവിലേക്ക് കൊണ്ടുവന്നു, പെട്ടെന്ന് ഞാൻ വലുതായി. പ്രിയ സഹോദരി സഹോദരന്മാരെ, ആത്മീയമായിട്ട് നാം വളരാത്ത അതുകൊണ്ടാണ് നാം വർഷങ്ങൾ കഴിഞ്ഞിട്ടും തോൽപ്പിക്കപ്പെട്ടവരായിട്ടിരിക്കുന്നത്. കാലാകാലങ്ങളായിട്ട് നാം അതേ ആത്മീയ നിലയിൽ തുടരുന്നത്. കാരണം കൊച്ചൊരു കാര്യം കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ നാം വലിയവരായി. സഹോദരന്മാരെ, ഇത് ഓർത്തിരിക്കുക. നിങ്ങൾ എല്ലാ കാര്യവും കർത്താവിന് വേണ്ടി ചെയ്ത ശേഷം നിങ്ങളൊരു അപ്രയോജനദാസനായിരിക്കണം. നിങ്ങളിത് ഗൗരവമായിട്ടെടുത്താൽ സത്യമായിട്ട് നിങ്ങൾ താഴ്മയുള്ളവനായിരിക്കും. ഈ മനുഷ്യൻ ഇങ്ങനെയുള്ളവനായിരുന്നു. അവൻ ഈ വാക്യം ഒരിക്കലും വായിച്ചിട്ടില്ലെങ്കിലും അവൻ പറഞ്ഞു, നീ എൻ്റെ പെരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. നമുക്ക് പിന്നെയും മത്തായി 8:8 നമുക്ക് മടങ്ങിപ്പോകാം. കർത്താവേ, നീ എൻ്റെ വീട്ടിലേക്ക് വരണ്ട, നീ എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല. എന്നാൽ നീ ഇവിടെ നിന്നുകൊണ്ട് നീ കൽപ്പിച്ചാൽ 10 കിലോമീറ്റർ അപ്പുറം തളർന്നു കിടക്കുന്ന എൻ്റെ ദാസൻ്റെ രോഗം സൗഖ്യമാകും. അത് പോകും അപ്പോൾ തന്നെ. അതെനിക്കറിയാം. നീ ഇവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി. ആ വാക്കിന് 10 കിലോമീറ്റർ അപ്പുറമുള്ള എൻ്റെ ദാസന് സൗഖ്യം വരുത്താനായിട്ട് കഴിയും. അവൻ്റെ പക്ഷവാതം ആ നിമിഷം തന്നെ പോകും. അവൻ്റെ കഠിന വേദന ആ നിമിഷം തന്നെ അപ്രത്യക്ഷമാകും. അതെങ്ങനെ തനിക്കറിയാമെന്ന് അവൻ കർത്താവിനോട് പറയുകയാണ്. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു. അവനൊരു ശതാധിപനാണ്. ഒരു മേജറോ ഒരു കേണലോ അവൻ്റെ മേലധികാരിയായിട്ടുണ്ട്. എൻ്റെ കീഴിലും 100 പട്ടാളക്കാർ ഉണ്ട്. ഞാനൊരു പട്ടാളക്കാരനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങനെ പറയത്തില്ല, ഒന്ന് നിൽക്കണേ. മിലിറ്ററിയിൽ ഒരിക്കലും ആർക്കും അങ്ങനെ പറയാൻ കഴിയില്ല. അടുത്ത നിമിഷം നിങ്ങൾ ജയിലിൽ പോവും. എനിക്കറിയാമത്. ഞാൻ പട്ടാളത്തിൽ ജോലി ചെയ്തുകൊണ്ട് എനിക്കറിയാം. വേറൊരാളോട് വരാൻ പറഞ്ഞാൽ അവൻ അപ്പം തന്നെ വരും. വേറൊരാളോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവനത് ചെയ്യും. അവൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത് അതിട്ടിട്ട് അവനത് പോയി ചെയ്യും. ഇങ്ങനെയാണ് പട്ടാളത്തിൽ, ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും. അവരെ പഠിപ്പിക്കുന്നത് അവർക്കൊരു കൽപ്പന കിട്ടിയാൽ ഉടനെ അതനുസരിക്കണമെന്നാണ്. അതുകൊണ്ടാണ് പരേഡ് ഗ്രൗണ്ടിൽ അവരെ കൊണ്ട് ഒത്തിരി ഡ്രില്ലുകൾ ചെയ്യിപ്പിക്കുന്നത്. ലെഫ്റ്റ് ടേൺ എന്ന് നിങ്ങൾ പറഞ്ഞാൽ 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ കഴിയും, നിങ്ങൾ അപ്പം തന്നെ തിരിയണം. റൈറ്റ് ടേൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തിരിയണം. ഞാൻ ഓർക്കുന്നു, ഒരു പ്രത്യേക രാജ്യത്ത്, ആ രാജ്യം ഇംഗ്ലണ്ടാണെന്ന് തോന്നുന്നു, വർഷങ്ങൾക്ക് മുമ്പ് യുദ്ധം നടക്കുമ്പം കമാൻഡോസായിട്ട് ചിലരെ അവർ തിരഞ്ഞെടുത്തു. കമാൻഡോസ് എന്ന് പറഞ്ഞാൽ വളരെയധികം പരിശീലനം കിട്ടിയിട്ടുള്ള ആളുകളാണ്. അവരാണ് ശത്രുക്കളുടെ ക്യാമ്പിൽ പോയി അവരോട് യുദ്ധം ചെയ്ത് അവരുടെ ആയുധങ്ങളൊക്കെ നശിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അവർക്ക് കൊടുക്കുന്ന ഒരു പരിശീലനമാണ്. മറ്റു പല പരിശീലനങ്ങളും വേറെ ഉണ്ട്. ഈ എല്ലാ പട്ടാളക്കാരോടും പറയും ക്വിക്ക് മാർച്ച്. ഈ ക്വിക്ക് മാർച്ച് എന്ന് കേട്ടാൽ നിങ്ങൾ മാർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് കേൾക്കുന്നവരെ ഹോൾഡ്, അതുവരെ നിങ്ങൾ നിർത്താൻ പാടില്ല. ഈ പട്ടാളക്കാരെ ഒരു ബോട്ട് ജെട്ടിയുടെ സമീപത്തേക്ക് കൊണ്ടുപോയി. ഈ ബോട്ട് ജെട്ടി എന്ന് പറഞ്ഞാൽ കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പാലം പോലെയുള്ള കാര്യമാണ്. അതിൽ കൂടെയാണ് അവർ മാർച്ച് ചെയ്യുന്നത്. അത് ക്വിക്ക് മാർച്ചാണ്. മാർച്ച് ചെയ്ത് അവർ പോവുകയാണ്. അങ്ങനെ അവർ ആ ബോട്ട് ജെട്ടിയുടെ അവസാനം എത്തി. അത് കഴിഞ്ഞാൽ പിന്നെ കടലാണ്. സാമാന്യ ബുദ്ധിയുള്ള ആളുകളൊക്കെ നിർത്തി. അവരിൽ 5-10 പേര്
മാർച്ച് തുടർന്നു. ആ 5-10 പേരെയാണ് കമാൻഡോകളായിട്ട് തിരഞ്ഞെടുത്തത്. നിങ്ങളൊരു പട്ടാളത്തിലാണെങ്കിൽ നിങ്ങളുടെ കോമൺ സെൻസ് അല്ല ഉപയോഗിക്കേണ്ടത്, നിങ്ങൾ കൽപ്പന അനുസരിക്കുകയാണ് വേണ്ടത്. നിന്റെ മുമ്പിൽ വെള്ളമാണോ കടലാണോ, നീ മാർച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ ഒരിക്കലും മറന്നിട്ടില്ലത്. ഞാനൊരു ചെറുപ്പക്കാരനായി മിലിറ്ററി ജോലി ചെയ്യുമ്പോഴാണ് ഞാനിത് കേട്ടത്. അതിനെയാണ് അനുസരണമെന്ന് പറയുന്നത്. ദൈവത്തിനും തൻ്റെ പട്ടാളത്തിൽ ഇങ്ങനെയുള്ളവരെയാണ് വേണ്ടത്. അനുസരിക്കാൻ വളരെ താല്പര്യമുള്ള ആളുകളെ. അവരുടെ വിവേകത്തിലല്ല ഊന്നുന്നത്. വേദപുസ്തകം പറയുന്ന പോലെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്ന്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. സദൃശവാക്യം 3:5-6. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഇപ്രകാരം ദൈവത്തെ അനുസരിക്കുന്നവർ, ഇപ്രകാരം ദൈവത്തോട് അനുസരണമുള്ളവർ, ചോദ്യം ചെയ്യാതെ, അവരാണ് ഈ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ഏറ്റവും അധികം ചെയ്യുന്നവർ. അവരോട് ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അവരത് ചെയ്യും.